ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വത്തക്ക കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. കുറച്ച് നാളായി വിചാരിക്കുന്നു പരീക്ഷണമായി വേറെ എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന്. നമ്മൾ സാധാരണയായി മുളക്, ചീര, പീച്ചിൽ, വെള്ളരി, പയർ ഒക്കെയല്ലേ കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ച വത്തക്കയുടെ ഒരു കുരു എടുത്ത് ഒരു രസത്തിന് ചുമ്മാ നട്ടു നോക്കിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, അതിൽ കാര്യമായ കായ്പിടുത്തം ഉണ്ടായിരുന്നില്ല. 3-4 വത്തക്ക മാത്രമേ കായ്ച്ചുള്ളൂ. വത്തക്ക വിളവെടുത്ത് മുറിക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മഴ നമ്മളെ ചതിച്ചു. വയലിൽ മൊത്തം വെള്ളം കയറി കൃഷിയൊക്കെ നശിച്ചിരുന്നു. ആ സമയത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ കൃഷി എന്ന് പറയുന്നത് നമുക്ക് വിജയവും പരാജയവും ഉണ്ടാകുമല്ലോ. അത് നമ്മൾ എങ്ങനെ മറികടക്കുന്നു എന്നതുപോലെയായിരിക്കും നമ്മുടെ അടുത്ത കൃഷി. ഈ വർഷം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ വത്തക്കയുടെ വിത്താണ് നട്ടത്. ഈ വർഷം മഴ നമ്മളെ ചതിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇനി കൃഷി രീതിയിലേക്ക് വരാം. വെള്ളരിക്ക ഒക്കെ നടുന്നത് പോലെ കുണ്ട് കുഴിച്ച് കുമ്മായമിട്ട് മണ്ണിൻ്റെ pH ബാലൻസ് നിലനിർത്തിയാണ് വത്തക്കയുടെ കുരു നട്ടത്. നട്ട എല്ലാ വത്തക്ക തൈകളും നമ്മൾക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതുവരെ വാട്ടരോഗം ഒന്നും വന്നിട്ടില്ല. വെള്ളരിക്ക പോലെ തന്നെ നല്ല വളപ്രയോഗവും വെള്ളവും വത്തക്ക കൃഷിക്ക് ആവശ്യമാണ്. വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല, അപ്പോൾ ചെടി വാടിപ്പോകും. പൂഴി മണ്ണ് പോലത്തെ അധികം വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണാണ് ഇതിന് ആവശ്യം. നമ്മൾ ഇതിന് രാസവളമൊന്നും ഉപയോഗിക്കുന്നില്ല. ജൈവ രീതിയിലുള്ള കൃഷിയാണ്. ജൈവ സ്ലറിയാണ് ഉപയോഗിക്കുന്നത്. ജൈവ സ്ലറിയുടെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയൊക്കെ കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇതിന് പിന്നിൽ കുടുംബത്തിൻ്റെ മൊത്തം ഹാർഡ് വർക്ക് കൂടിയുണ്ട്. അങ്ങനെ എങ്കിൽ മാത്രമേ നമുക്ക് കൃഷി നല്ല രീതിയിൽ വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. വത്തക്ക കട്ട് ചെയ്യാൻ വേണ്ടത്ര മൂപ്പ് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ ആക്കി ഇടുന്നില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കൃഷിയുമായി കാണുന്നതുവരെ ബായ്.